നല്ല കഷണ്ടിയുള്ള കാർൽ മാർക്സ്. അതുപോലെ മറ്റൊരു താടിക്കാരൻ്റെ പേരാണ് ഫ്രെഡറിക് എംഗൽസ്. എന്താണ്? ഫ്രെഡറിക് എംഗൽസ്. നിങ്ങൾ സരസ്വതി വിലാസം വായനശാലയിൽ ചെന്ന് അവരുടെ പുസ്തകം എടുത്ത് വായിക്കണം. ഇന്ന് നിങ്ങൾ കാണുന്ന രൂപത്തിൽ നിയമസഭാംഗമായി മാറാൻ എനിക്ക് കഴിഞ്ഞതിന് കാരണം ഈ വായനശാലയാണ് എന്ന് ഞാൻ എല്ലായിടത്തും പറയും. ഈ സരസ്വതി വിലാസം വായനശാലയിൽ വന്ന് പുസ്തകമെടുത്ത് വായിച്ച് ഈ സരസ്വതി വിലാസം വായനശാലയിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സമ്മാനം വാങ്ങി അങ്ങനെയാണ് ഇന്നത്തെ ആളായി മാറാൻ പറ്റിയത് എന്നുള്ളതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തോടെ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ചനിയന്മാരോടും അനിയത്തിമാരോടും പറയുന്നത്, നിങ്ങൾ ഈ വായനശാലയെ നന്നായി ഉപയോഗിക്കണം. ഈ വായനശാല ഒരു സർവകലാശാലയാണ്. ഈ വായനശാലയിലെ എല്ലാ വായനശാലകളും സർവകലാശാലകളാണ്. നമ്മൾ പഠിക്കുന്നത് സ്കൂളിലും കോളേജിലും പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നത്, അധ്യാപകരിൽ നിന്ന് പഠിക്കുന്നത്, അതിനപ്പുറം ചിലത് പഠിക്കാൻ നമ്മുടെ സർവകലാശാല, ഗ്രാമീണ സർവകലാശാലകളായ വായനശാലകളിൽ നിന്ന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ കാർൽ മാർക്സിനെ കുറിച്ച് പഠിക്കണം, ഫ്രെഡറിക് എംഗൽസിനെ കുറിച്ച് പഠിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മറ്റു പാർട്ടികളെപ്പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം ഒരു ശാസ്ത്രം, ആ ശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനം, ആളുകളുടെ കൂട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ ലോകത്തിൻ്റെ ചരിത്രം നിങ്ങളുടെ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ട്, എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ചില സ്ഥലത്ത് മാത്രമേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രതിനിധാനം ചെയ്യുന്ന ശാസ്ത്രം തെറ്റ് എന്നല്ല. അമ്പലത്തിൻകാലയിൽ എത്ര ഡോക്ടർമാരുണ്ട്, അമ്പലത്തിൻകാലയിൽ എത്ര എഞ്ചിനീയർമാരുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരേ ഒരു ഡോക്ടർ, അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ആ ഡോക്ടർ ടെലസ്കോപ്പ് വെച്ച് നമ്മുടെ നെഞ്ചിടിപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് അസുഖമുണ്ട് എന്ന്